قل هو الله احد الله يولد ولم يكن له احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على رسولك. اللهم قضي حوائجنا وحوائج من أوصانا بالدعاء وحوائج من حضروا في هذا المجلس المبارك يا قاضي الحاجات بحق سيدنا محمد. اللهم നമ്മളൊക്കെ അതിന് സാക്ഷിയാവുന്നു. അള്ളാഹു നമ്മുടെ ഈ സംരംഭം വിജയിപ്പിക്കട്ടെ. കാലാവസ്ഥ നമുക്ക് അനുകൂലമായി വിശുദ്ധ റസൂലിന്റെ പേരിലുള്ള ഈ സന്തോഷം അൽഹംദുലില്ലാഹ് കാലാവസ്ഥ നമുക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട്. എല്ലാവരും ഇടയ്ക്ക് വെച്ച് പിന്മാറാതെ രണ്ട് വരിയായിട്ടാണ് അതുകൊണ്ട് കുട്ടികളും രണ്ട് വരിയായി ഒരേ ആളെ മാത്രം ശ്രദ്ധിച്ച് നിന്നാൽ നമ്മുടെ ഘോഷയാത്ര ഭംഗിയാവും. സ്വീകരണങ്ങൾ നൽകുമ്പോഴാണ് അത് നമുക്ക് ആർക്കും വഴി തടസ്സമുണ്ടാക്കരുത്. വണ്ടിയൊക്കെ റോഡ് കൂടി പോകണം. ആരും നമ്മളെ കാര്യം ഒരാൾ ബുദ്ധിമുട്ടാക്കരുത്. ഇസ്ലാമിനെ وتأمل لي رسائل أيها الشوق الجزيل نحوها تلك المنازل يا رسول الله في العشايا والبكور يا الله عليكم يا حبيب الله في معانيك الأنام قد تبدت هائرنا أنت
من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മുഹമ്മദ് ഞങ്ങൾ സ്വീകരിക്കണമേ അല്ലാഹ്. ഈ മനോഹരമായ റാലി ധന്യമാക്കിയ മുഴുവൻ ആളുകൾക്കും ഖൈർ നൽകണമേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ധാരാളം വർഷങ്ങളായി ഈ പ്രദേശത്തെത്തുമ്പോൾ ഊഷ്മളമായ സ്വീകരണം നൽകിയിരുന്ന വടക്കൻ മമ്മൂട്ടിയാക്ക എന്ന സഹോദരൻ ഇന്ന് ഞങ്ങളോടൊപ്പമില്ല. അദ്ദേഹത്തിന്റെ സവാബിന് നൽകണമേ പടച്ചവനെ. അതിന്റെ സ്മരണയാർത്ഥം അവരുടെ കുടുംബങ്ങൾ ഇവിടെ സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെയൊക്കെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നൽകണമേ അല്ലാഹ്. ഖബർ പ്രകാശ عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الله عليني حولك صافي مبارك بردنا يوم النزول يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله يا نبي سلام عليكم يا رسول يا حبيب سلام عليكم يا رسول الله يا بشير يا نذير يا حبيب الله يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم يا رسول الله يا رفيع الدرجات صلى الله على محمد صلى الله عليه وسلم كفرا عن الذنوب واغفرا لسيئاتي صلى الله على محمد صلى الله عليه لسيئاتي صلى الله على محمد صلى الله عليه وسلم السلام عليك من رب السماء السلام عليك قبل القضاء اللهم انزل النعمة والبركة
والعفة والأمانة والسلامة والراحة إلينا وإلى من تعلق بنا يا رب العالمين. اللهم طول أعمارنا وأعمار من لنا في طاعتك ورضاك ومحبتك وخدمة دينك الإسلام مع الراحة والسلامة والعافية والعناية يا رب العالمين. اللهم إلى حضرات من ماتوا منا يا ذا الجلال والإكرام اللهم اغفر لنا ولهم يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله عليه وسلم. അൽഹംദുലില്ലാഹ് മുത്തുനബിയുടെ 1500-ാം ജന്മദിനത്തിനോട് അനുബന്ധിച്ച് ചാമപ്പറമ്പ് മഹല്ല് കമ്മിറ്റിയും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ വളരെ ആഘോഷപൂർവ്വം സംഘടിപ്പിച്ച മഹത്തായ നബിദിന മജ്ലിസിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഇന്ന് ചെയ്തതും ഇതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും നമ്മോട് ബന്ധപ്പെട്ട് ചെയ്തതൊക്കെ അല്ലാഹു കബൂലാക്കട്ടെ. കൂടുതൽ പറയുന്നില്ല. ഈ യോഗത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ പരിപാടിയിൽ ആദ്യം മുതൽ അവസാനം വരെ ഇരുന്നു കൊണ്ട് നമ്മുടെ പിഞ്ചു മക്കളുടെ പരിപാടി വളരെ ആവേശത്തോടുകൂടെ വീക്ഷിക്കുകയും വിദ്യാർത്ഥികൾ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടെ ഇരുന്ന് സഹകരിക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടി വളരെ പെട്ടെന്ന് തന്നെ തുടങ്ങി അവസാനിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണാർത്ഥത്തിൽ ഇത് നടത്തിക്കൊണ്ടുപോകാനും അവസാനിപ്പിക്കുവാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഉസ്താദ് ഈ മഹത്തായ സദസ്സിനെ ഉദ്ഘാടനം ചെയ്യുന്നു. മഹാനവറുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാടിന് നേതൃത്വം നൽകാൻ ദീർഘായുസ്സ് ആഫിയത്തോടുകൂടെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ മജ്ലിസിൻ്റെ അധ്യക്ഷൻ ഉസ്താദ് അമാനുള്ള ദാരിമി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനും എല്ലാവിധ ആയുരാരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമുക്ക് ദുആ നേതൃത്വം നൽകിയ ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, ഇവിടെ ഈ മഹല്ലിനെ നിയന്ത്രിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ, കുട്ടികളാരും ശബ്ദിക്കരുത്. കുട്ടികൾ ഉണ്ടാതിരിക്കുന്നില്ല കേട്ടോ. പറഞ്ഞു വന്നത് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ ഈ പ്രദേശത്തിനെ മനോഹരമായി കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിച്ചവരാണ് അവരൊക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ വലിയ പ്രതിഫലം ഇരു ലോകത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഈ പരിപാടി വീക്ഷിക്കാൻ വന്ന നമ്മുടെ വിദ്യാർത്ഥി, അവരുടെ മാതാപിതാക്കളൊക്കെ വളരെ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ് അവരുടെ വിദ്യാർത്ഥികളുടെ പരിപാടി കാണാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഇൽമും അച്ചടക്കമുള്ള മക്കളുമാക്കി രണ്ട് ലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കി തീർക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവരെയും ഈ പരിപാടിയിൽ വീക്ഷിക്കാൻ വന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിന് വേണ്ടി ഉസ്താദ് ഇസ്ഹാഖ് ഉസ്താദിനെ ക്ഷണിച്ചുകൊള്ളുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. ഈ മഹത്തായ പ്രൗഢമായ ഈ സദസ്സിനെ ദുആ കൊണ്ട് ധന്യമാക്കിയ അഭിനന്ദനായ ഉസ്താദ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഈ മഹല്ലിന്റെ എല്ലാമായ നമ്മളോടൊപ്പം 10-14 വർഷമായി ഈ മദ്രസയിലും ഈ പള്ളിയിലുമായി നമ്മോടൊപ്പം പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ മഹല്ല് ആദി ബഹുമാനപ്പെട്ട അമാനുള്ളതായിരുന്നു സ്വാഗതം പറഞ്ഞ അഭിനന്ദനായ ഉസ്താദ് അവർ, മദ്രസയിലുള്ള മറ്റു ഉസ്താദന്മാർ, ഈ മദ്രസിന്റെ പ്രവർത്തകന്മാർ, പള്ളിയുടെ പ്രവർത്തകന്മാർ, ഈ മഹല്ല് നിവാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
അതിലുപരി തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ സഹോദരിമാർ, ഉമ്മമാർ, മുഴുവൻ ആളുകൾക്കും രാവിലെ മുതൽ ഒരു 10-10:30 വരെ ഈ റാലിയിൽ പങ്കെടുത്ത അഭിനന്ദരായ ഉസ്താദുമാരും മഹല്ല് നിവാസികളും ചെറുപ്പക്കാരും അഹ്ലുസ് സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഒരു 10:30 വരെ ഈ മഹല്ലിന്റെ ഓരോ ഭാഗങ്ങളിലും പ്രവാചകന്റെ സ്വലാത്ത് കൊണ്ടും മദഹുകളെ കൊണ്ടും റാലിക്ക് ധന്യമാക്കിയ വന്യരായ ഉസ്താദുമാർ, സർവശക്തനായ അല്ലാഹു നമ്മുടെ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മുസ്തഫ നബിയുടെ ബർക്കത്ത് കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല കുട്ടികൾ സംസാരിക്കരുത്, നമ്മുടെ നല്ല മക്കളല്ലേ, അൽഹംദുലില്ലാഹ് അടങ്ങിപ്പോയി, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാ മക്കളെയും അല്ലാഹു നന്നാക്കട്ടെ. മക്കളൊക്കെ പരീക്ഷകളിൽ അല്ലാഹു വിജയിപ്പിക്കട്ടെ. എന്ത് പരിപാടി ചെയ്ത് നമ്മുടെ മക്കൾ ഇവിടെ വരും. എല്ലാവരും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഒറ്റ വിലയിൽ പ്രസ്ഥാനത്തിലില്ല, അൽഹംദുലില്ലാഹ് ഉണ്ടാവുകയും ചെയ്യരുത്. ഈ മൗലിദ് സദസ്സിൽ കുട്ടികളെ പരിപാടി കേൾക്കാൻ വന്നവരാണ് നാമൊക്കെ. ഇന്ന് റാലിയിൽ ഒരുപാട് ആളുകൾ അങ്ങോളം ഇങ്ങോളം കുട്ടികൾക്ക് സ്വീകരണം കൊടുത്തിട്ടുണ്ട്. മിഠായി കൊണ്ട്, ലഡുകൊണ്ട്, പായസം കൊണ്ട്. കഴിഞ്ഞ വർഷം നമ്മോടൊപ്പം വടക്കൻ മമ്മൂട്ടിയൊക്കെ നമുക്ക് എല്ലാം ഒരു 25 കൊല്ലമായിട്ട് ഓർമ്മ ശരിയാണെങ്കിൽ കുട്ടികൾക്ക് റാലിക്ക് കുട്ടികൾക്ക് എല്ലാം നിൽക്കും പഴമായിട്ടും ബിസ്ക്കറ്റായിട്ടൊക്കെ കൊടുത്തിരുന്നു. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉള്ളത് പുറത്തുവിട്ടു. നമ്മുടെ അനുജനായിരുന്ന കുഞ്ഞാൻ, അതുപോലെ തന്നെ നമ്മുടെ റസാഖ് കാക്ക, ഇതൊക്കെ അടുത്ത് വലിച്ചവരാണ്. അതുപോലെ തന്നെ നമ്മുടെ മഹല്ലിന്റെ ഒരുപാട് കാരണവന്മാർ, ഈ പള്ളിക്ക് വേണ്ടി ഈ മദ്രസയ്ക്ക് വേണ്ടി ഇതിന്റെ സെക്രട്ടറി സ്ഥാനം അലങ്കരിച്ച വർഷങ്ങളോളം എന്റെ പ്രിയപ്പെട്ട പിതാവ്, അത് കഴിഞ്ഞിട്ട് എരഞ്ഞിക്കൽ ഉണ്ണുമൊയ്യാക്ക, ഓമുവാക്ക, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, അതുപോലെ തന്നെ നമുക്ക് മൺമറഞ്ഞു പോയ ഒരുപാട് മാതാപിതാക്കൾ. അല്ലാഹു തആല അവരെയൊക്കെ ഖബറുകളെ അല്ലാഹു തആല വിശാലമാക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ അവർക്ക് നമുക്കും അല്ലാഹു സ്വർഗ്ഗം പ്രദാനമാക്കട്ടെ. ഈ ധന്യമായ ഈ പ്രൗഢമായ സദസ്സിനെ ഒരു വലിയ പ്രസംഗം കൊണ്ട് ഞാൻ മുഷിപ്പാക്കുന്നില്ല. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ചെറിയ മക്കൾ, അവർ ചിലപ്പോൾ തെറ്റു പറയും, ചിലപ്പോൾ ശരി പറയും, ആരൊന്നും അവരെ പരിഹസിക്കാതെയും അവർക്ക് വേണ്ടപ്പെട്ട നല്ല ഇത് കൊടുത്തിട്ട് പ്രോത്സാഹനം കൊടുത്ത് നാളെ നമ്മുടെ നാട്ടിന്റെ ജേതാക്കളും നേതാക്കളും, നാളെ നമ്മുടെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഈ തൊപ്പിട്ടിരിക്കുന്ന ഈ ചെറിയ പിഞ്ചുമക്കളാവണം. നമ്മളൊക്കെ മണ്ണിന്റെ തൊട്ടിലായിരിക്കും. ആ സമയത്ത് അവരുടെ ആത്മീയമായ ദുആ നമുക്ക് ആവശ്യമാണ്. സർവശക്തനായ അല്ലാഹു നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റുമാറാകട്ടെ. മരണം വരെ നല്ല നിലയിൽ ജീവിച്ച് ക്യാൻസറിനെ അല്ലാഹു ശിഫയാക്കട്ടെ. എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു തആല മാറ്റി നമ്മുടെ മഹല്ലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ എന്ന ആയത്ത് കൊണ്ട് ഈ വലിയ ചെറിയൊരു സംഭാവന ഒരുപാട് കബറാളികൾ എന്റെ ഉപ്പയടക്കമുള്ള ഒരുപാട് ആൾക്കാർ കിടക്കുന്നത് 2000 രൂപ ഈ മജ്ലിസിലേക്ക് ആദ്യമായിട്ടുള്ള സംഭാവന നിൽക്കുന്നു. മാത്രമല്ല, ഞാൻ ഇങ്ങനെ പോരുമ്പോ എന്റെ ഇളയമ്മ, അഥവാ നമ്മുടെ പള്ളിയുടെ അടുത്ത് പാർക്കുന്ന ഇളയമ്മ, കാകാന്റെ പേരില് ബാബുക്കാക്ക അഥവാ ചെറിയാപ്പു, അതുപോലെ തന്നെ കാകാന്റെ വാപ്പ, കാകാനമ്മ, അതുപോലെ കുഞ്ഞാമാന്റെ അമ്മ, അതുപോലെ വാപ്പ, അവർക്കൊക്കെ ദുആ ചെയ്യാൻ 500 രൂപ തന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ എന്റെ ഉപ്പാന്റെ കൂട്ടുകാരെ അലബിയാക്ക, അലമുട്ടിയാക്ക, അതുപോലെ തന്നെ വേറെ ഒരുപാട് കുഞ്ഞാറാക്ക, മുട്ടേജി, അതുപോലെ കുഞ്ഞാനിയുടെ കപ്പ, ഒരുപാട് കാരണവന്മാർ നമുക്ക് മൗലിദ് കാണിച്ചവരാണ്. അവരൊക്കെ ഞാനൊക്കെ ദാറുസ്സലാം മദ്രസയിൽ പോയി പാട്ട് പാടിയിട്ട് ഞാൻ എന്റെ ഉപ്പാന്റെ കൂടെ രാത്രി 12 മണിക്ക് വരുന്നത് ഇന്ന് ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു തആല അവർക്കൊക്കെ മൗഫിറത്ത് കൊടുക്കട്ടെ. പ്രവർത്തി ഈ സദസ്സ് തീരുന്നത് വരെ ഇത് രക്ഷിതാക്കൾക്ക് ഇരുന്ന് കുട്ടികൾക്ക് അത് നന്നായി കൊടുക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. സർവശക്തനായ അല്ലാഹു നമ്മളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ സദസ്സിൽ അവർ പറയുന്നത്
ഉസ്താദ് പറഞ്ഞ പോലെ ഉസ്താദ് 2000 രൂപ, പിന്നെ നമ്മളെ ഖദീജ വെള്ളമുണ്ട എന്ന് പറഞ്ഞ ഉമ്മ, നമ്മളെ ചെറിൻ്റെ ഒക്കെ ഉമ്മ 1000 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി. അവർ രോഗിയാണ്, പ്രത്യേകം ദ്വാരക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വടക്കൻ മോയാക്ക അവരെ ഉപ്പ ഉമ്മ അതുപോലെ തന്നെ ഭാര്യ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പിന്നെ 1000 രൂപ. ബാബു ചോലക്കത്തൊടിക ഗൾഫിലുള്ള ഉപ്പാന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. അതുപോലെ തന്നെ ഒരു സഹോദരൻ 500 രൂപ. നാണിയാക്ക KT നാണിയാക്ക 500 രൂപ. മൂസാൻ മുസ്ലിം 500 രൂപ. കരീമാക്ക നേരുൽപ്പൻ 500 രൂപ. മജീദ് പുന്നൂര് 500 രൂപ. ആയിഷ മുണ്ടക്കപ്പറമ്പൻ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. മുബശ്ശിർ KT നമ്മളെ KT മുസ്തഫാന്റെ മകൻ മുബശ്ശിർ ദുആ ചെയ്യാൻ വേണ്ടി 500 രൂപ. അബൂബക്കർ പാവക്കാട് 500 രൂപ. അതുപോലെ തന്നെ നമ്മളെ വാപ്പുക്കാക്കാന്റെ ഖദീജ എന്ന താത്ത 500 രൂപ. പിന്നെ കുട്ടിമാൻ ഉസ്താദ് ഉപ്പാക്കും ദുആ ചെയ്യാൻ വേണ്ടി 1000 രൂപ. അൽഹംദുലില്ലാഹ്. ഒരു 3 സ്വലാത്തില്ല. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് اللهم صل على محمد. ഖദീജാത്ത സുഖല്ല നമ്മുടെ വെള്ളമുണ്ട ചെറിന്റെ കൊമ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കട്ടെ. വെള്ളമുണ്ട അബൂഅക്ക നമ്മുടെ പള്ളിന്റെ ആളായിരുന്നു, അല്ലാഹു തആല അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മൊയ്യാക്ക 1000 രൂപ അദ്ദേഹത്തിന്റെ ഭാര്യ അടുത്ത് മരണപ്പെട്ടു പോയതാണ്. അദ്ദേഹത്തിന്റെ ഉമ്മ ബാപ്പ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ മക്കള് എല്ലാവരും അനുജൻ നമ്മുടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കട്ടെ. സമീർ ബാബു ഉപ്പ സിദ്ദീഖാന്റെ അസുഖം നമുക്കറിയാം, അല്ലാഹു തആല ശിഫ കൊടുക്കട്ടെ. ഭാര്യ കുറെ ആൾക്കാർ 500 രൂപ നീൽബൻ കരീം നിങ്ങളുടെ കുറെ ആൾക്കാർ ഒന്നിലായ കുട്ടിമാൻ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഉപ്പ ബഹുമാനപ്പെട്ട അബ്ദുള്ള ഉസ്താദ് നമ്മുടെയൊക്കെ ഉസ്താദായിരുന്നു. ഈ മദ്രസയിൽ ഒരുപാട് കാലം ജോലി ചെയ്ത അദ്ദേഹത്തിന്റെ ഖബറിനെ വിശാലമാകട്ടെ. ഉസ്താദിന്റെ കുടുംബത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. രോഗങ്ങളൊക്കെ ഈ സരസിന്റെ ബർക്കത്തുണ്ട്. മുത്തുനബിന്റെ ഹഖൂട് അള്ളാഹു തആല മാറ്റി കൊടുക്കട്ടെ. പുന്നകയിലെ കുഞ്ഞിക്കാരുടെ മോള് അവരുടെ മോപ്പാട്ട് പോലെ എത്താ മനസ്സിലായി ചെറിയാപ്പാന്റെ അൽഹംദുലില്ലാഹ് കുടുംബക്കാരെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാന്റെ ആണ്ട അല്ലാഹു തആല മഹാനെ പുറത്തു കൊടുക്കട്ടെ. ഖബറിനെ വിശാലമാക്കട്ടെ, സ്വർഗ്ഗം കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ വടക്കൻ കുറ്റുമാല അമ്മൂഷാക്ക ഒരു നല്ല മനുഷ്യനായിരുന്നു. കുറ്റുമാല വാപ്പാൻ പോലെ വെട്ടിക്കാട്ടി ഇന്നലെ ചെറിയാപ്പ് പറഞ്ഞു പടച്ചോലി ആണ്ടിന് 2000 ആളുകൾ പങ്കെടുക്കുന്നതാണ്. ആ നാട്ടിലെ ഏറ്റവും ശുദ്ധീയ പ്രവർത്തകനായിരുന്നു. 2 അറുത്തിട്ട് പടച്ചോനെ ഒരുപാട് ജനം എന്തൊരു സരസ് കണ്ടിട്ടില്ല ചെറിയ പറഞ്ഞു. ആ മഹാനും നമ്മളിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഈ സരസ് തീരുമ്പോഴേക്കിന് എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് സംഭാവന ഈ ഉസ്താദിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നും ഇതൊരു കടലില്ലാതെ ഭംഗിയാകണമെന്നും പ്രത്യേകമായി ഉണർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അഭിമുഖീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വആലിഹി വസഹ്ബിഹി വമലായികതിഹിൽ കിറാമി അജ്മഈൻ. അമ്മാ ബഅദ്. വന്യരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അർഹമുറാഹിമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഈ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെട്ട അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഴക്കൽ വഴി വലിയ അനുഗ്രഹം. പനയോലയിലൊരു കുടിലാണ്, പവനങ്ങളിൽ അതുനിധിയാണ്. പടിവാതിൽ ചെറുതടിയാണ്, നബി തങ്ങളുടെ പൂങ്കുടിലാണ്. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ട്
ചെറുതടിയാണ് തങ്ങളുടെ പൂങ്കുടിലാണ് ഒരു പടന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു പശിയാലെ തിരുനൂറരെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടെയൊന്നും ഉടയ്ക്കാത്ത കൂട ഇത്തിനരമ്പിലെങ്കിൽ പിന്നെ കാണാത്തൊരു വകയാ ചിത്തിരപ്പു മുഖം ചേർത്താല പന വീടിന് കൊതിയ ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തു പതിച്ചൊരു ചുവരാണ് സ്വർഗക്കൂട് മുത്തു പതിച്ചൊരു ചുവരാണ് സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതിലെ ചെറുതടിയാണ് നബി തങ്ങളുടെ പൂങ്കുടിലാണ് പനിയായി സൂര്യന്റെ ചൂടേറ്റ ഗേഹം മലക്കുൾബത്തിന്റെ വരവ് കണ്ടപ്പോൾ പിടുങ്ങി വേഗം പതിയെ പിടിക്കൻ റസൂലെന്ന നാദം മനസ്സിൽ പറഞ്ഞ് മലരമുത്തിനെ നോക്കിയ നേരം ഉലയാത്ത ഉമറും ഉലയുന്ന കണ്ടു ഉടലായ മകളും ഉരുകുന്ന കണ്ടു മെത്തേം കട്ടിലും ഇല്ലാത്തൊരു രാജാവിൻ വീട മൊത്തത്തിൽ പൊട്ടിയ തോൽപാത്രമിക്കായി നൊരു കൂട വിതുമ്പുന്ന നബിയോരെ തുളുമ്പുന്ന മെയ്യുനീരി ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് ഒപ്പിയെടുത്തൊരു ചുവരാണ് സ്വർഗക്കൂട് പനയോലയിലൊരു കുടിലാണ് ഭവനങ്ങളിലതു നിധിയാണ് പടിവാതില് ചെറുതടിയാണ് നബി തങ്ങളുടെ പൂങ്കുടിലാണ് കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ ഹൈറാം സ്വഹബോരുടെ ഇടപെടലുകൾ കണ്ടേ അതു കേട്ടു സിദ്ദീഖിൻ വിളിയാളം യാ റസൂലേ അസ്സലാമു അലൈക്കും. നിങ്ങൾക്ക് ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ. ആരുടെ കഥയാണെന്ന് അറിയാമോ? നമ്മുടെ മുത്തുനബിയുടെ കഥയാണ് കേട്ടോ. ഒരു ചെറിയ കഥ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. പ്രിയരെ, ഒരു ദിവസം നബി തങ്ങൾ ഒരു വഴിയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അതാ ഒരു കൂട്ടം ആളുകൾ വരുന്നു. അവർ നബിതങ്ങളെ കളിയാക്കാൻ പരിഹസിക്കാൻ തുടങ്ങി. ഭ്രാന്തനെന്ന് വരെ വിളിച്ചു കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ അവരിൽ ചിലർ നബിതങ്ങളെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിതങ്ങളെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ അവരിൽ ചിലർ നബിതങ്ങളെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിതങ്ങളെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ അവരിൽ ചിലർ നബിതങ്ങളെ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. നബിയുടെ കാലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് ചോദിച്ചു, പുന്നാര നബിയെ, ഈ കാണുന്ന വലിയ മലകളെല്ലാം ഞാൻ അവർക്ക് നേരെ മറിക്കട്ടെയോ? അപ്പോൾ നമ്മുടെ മുത്തുനബി പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ? വേണ്ട ജിബ്രീലേ, അവർ അറിവില്ലാത്ത സമുദായക്കാരാണ്. എന്ത് നല്ല സ്വഭാവമാണ് നമ്മുടെ മുത്തുനബിയുടേത്. അതേ കൂട്ടുകാർ
അമിന ബീബി പൊന്നമ്മ 40 വയസ്സിൽ നബിയായി മണവക്കെല്ലാം തുണമായി. കുട്ടികളെ സത്യം പറയുന്ന കുട്ടികളെ സ്വർഗം നേടുക കുട്ടികളെ ചങ്ങായിയുടെ കൂടെയിലെ ഗുണ പറയുന്ന തെച്ചല്ലേ നരകക്കൊണ്ടില്ലേ. ബഹുമാനിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ബഹുമാനിലും മേലെ ഇഷ്ടം എന്റെ നബിയോട്. لا يؤمن أحدهم بالله لا يؤمن أحدهم بالله إلا لحب رسول الله. ഉപ്പാവും ഇഷ്ടം എന്റെ നബിയോട്. ഉപ്പാവും ഇഷ്ടം എന്റെ നബിയോട്. എന്റെ പ്രേമഗാനം ഹബീബേ എന്റെ പ്രേമഗാനം കേൾക്കുക ഹബീബേ. കൽവിലുള്ളൊരാശ കതിരൊളി തോഹാവേ. കൽവിലുള്ളൊരാശ നിറയുന്ന ദേശ കതിരൊളി തോഹാവേ. പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ. പ്രണയാതുരനായി ഞാൻ പാടും പാട്ടിലെ കാമുകനോ നബിയേ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങയിലേക്ക് വരട്ടെ ഞാൻ. അങ്ങേക്കൊരായിരം സമ്മാനമായി അങ്ങയിലേക്ക് വരട്ടെ ഞാൻ. ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എന്റെ നബിയോട്. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. കവികൾ പാടി പാടി കവിത ഇനിയും ബാക്കി. പദപ്പുകളെല്ലാം കവികളെന്നാൽ എഴുതിയിട്ടില്ല. പദപ്പുകളെല്ലാം കവികളെന്നാലും എഴുതിയിട്ടില്ല. ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ഉപ്പാവുമ്മാതിനും മേലെ ഇഷ്ടം എന്റെ നബിയോട്. ഒരു നബിയാണ് പത്തനമാറ്റൊരു ചേരാണ്. സുന്ദരവതനപ്പൂവാണ് അന്തിൽ പ്രഭൗളി തെളിവാണ്. മറ്റേ പൂർണ്ണല്ല ഇൻഷാവിന്റെയാണ്. സുന്ദരനാണ് സ്വർഗീയ ഇരിപ്പാണ് നബിയേ നബിയേ നൂറേ ഓ താജ്. പിരിച്ചേർത്തൊരു നബി പത്തനമാറ്റൊരു ചേരാണ്. സുന്ദരവതനപ്പൂവാണ് അന്തിൽ പ്രഭൗളി തെളിവാണ്. സുബ്ഹാന്റെ സൂറത്തിൽ താജ് ഹബീബുല്ലാഹ്. സ്വർണ്ണക്കിരീടമാണ് റസൂലുള്ളാഹ്. സുബ്ഹാന്റെ സൂറത്തിൽ താജ് ഹബീബുല്ലാഹ്. വർണ്ണങ്ങൾ നിറയുന്നു സുവർണ്ണമായുന്നു അത് ഉയരുന്നു. വർണ്ണങ്ങൾ നിറയുന്നു പകർന്നിരുന്നു സുരക്ഷമായുന്നു അത് ഉയരുന്നു. കൽപ്പാശി കാണുവാൻ ആരംഭമുട്ടിൽ കാണുവാൻ
ഹാത്തലായ അബിയുള്ള അസ്ബി റബ്ബി ജല്ലല്ല മാഫി കൽബിയായുള്ള നൂർ മുഹമ്മദ് സല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാ കല്ലും മലയും മാമയും കദറും തീർത്തു ഹബീബാലെ കണ്ണീർ തൊട്ടു ഹബീബാലെ ആദരവായ റസൂലുള്ള ആലം വാഴ്ത്തും നൂറുള്ള ആലിമേറ്റം പ്രിയമുള്ള ഹാത്തലായ ഹബീബുള്ള അസ്ബി റബ്ബി ജല്ലല്ല മാഫി കൽബിയായുള്ള നൂർ മുഹമ്മദ് സല്ലല്ല ലാ ഇലാഹ ഇല്ലല്ലാ കാമിരവാടിലും നീമുഖമില്ല പൂമുഖഭംഗിയതാരിലുമില്ല കോമടനാട്യവി യൂസുഫിലില്ല കാമിരവാടിലും നീമുഖമില്ല മരുകളും കണ്ടവരും മറന്നിടും അഖിലം നീമുഖമേറി ഒരാളാവുൽ ആലമി ചെയ്ത് അതിനാണ് മശരിക്കിലും ശംസുദാഫി കുല്ലി സമാന് മശരിലെ പുണ്യ സമാൻ ചിന്തയതുമാണ് വൈലിന്റെ സുന്ദര രൂപമണിച്ച മഞ്ഞൊരു ചന്ദ്രവേദി ആലമി ചെയ്ത് അതിനാണ് മശരിക്കിലും ശംസുദാഫി കുല്ലി സമാന് മശരിലെ പുണ്യ സമാന് ചിന്തയതുമാണ് മൈലിന്റെ സുന്ദര രൂപമണിച്ച ചന്ദ്രവേദി ആലമി ചെയ്ത് അതിനാണ്. അസ്സലാമു അലൈക്കും. മുത്തനബിയേ നബിയേ 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 മുത്തനബിയേ നബിയേ എനഞ്ചി ചേർത്തു പാടാം ഇതിഹാസത്തെ നബിയെ ചേർത്തു പാടാം ഇതിഹാസത്തെ നബിയേ നബിയേ മുത്തനബിയേ നബിയേ 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 മുത്തനബിയേ നബിയേ എനഞ്ചി ചേർത്തു പാടാം ഇതിഹാസത്തെ നബിയെ ചേർത്തു പാടാം ഇതിഹാസത്തെ ഇരുമുരു താരകൾ അറിഞ്ഞോളി അറിഞ്ഞോളി ആ മരച്ചോട്ടിൽ തലേ തലേ ആ മരച്ചോട്ടിൽ തലേ തൊഴിമാല മധുരത്തെ ചോര പാടാം പാടാം അവദാനങ്ങൾ പാടാം 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 അവദാനങ്ങൾ പാടാം നബിയേ നബിയേ മുത്തനബിയേ നബിയേ നബിയേ മുത്തനബിയേ നബിയേ ചേർത്തു പാടാം ഇതിഹാസത്തെ ചേർത്തു പാടാം ഇതിഹാസത്തെ ഇരുപുരു താരകമറിഞ്ഞോളി തികവുള്ളൊരാദരവായി അറിച്ചോളി ആമരച്ചോട്ടിൽ മുത്തൊളി മാല മറിയൻ മുത്തൊളി ചേല മുത്തൊളി മാല മറിയൻ മുത്തൊളി മാല പാടാം പാടാം അവദാനങ്ങൾ പാടാം 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 അവദാനങ്ങൾ പാടാം നബിയേ നബിയേ മുത്തനബിയേ നബിയേ നബിയേ മുത്തനബിയേ നബിയോട് വന്ന സിറാജ് ആദിലും നബിയുടെ മരുഭൂമി നേരെ പെയ്തൊഴിഞ്ഞ
പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തോന്നും വദനവുമായി വന്നു ഒരിച്ചൊരു പൂമുത്ത് മക്കാദേശത്തൊരു നാളും പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തോന്നും വദനവുമായി വന്നു ഒരിച്ചൊരു പൂമുത്ത് അഗ്നിമുത്തിയ കാലത്ത് ഇരുളിൽ കഴിയും ദേശത്ത് അറിവിയായി വന്നൊരു മലർ മുത്തു മുഹമ്മദ് സല്ലല്ലാഹ് കുഞ്ഞിൽ പിറന്നൊരു പെണ്ണായാൽ കുളിച്ചു മൂടും കാലത്ത് കാരുണ്യത്തിൽ സന്ദേശവുമായി കരുണക്കടലായി വന്നൊരു കമർ മക്കാദേശത്തൊരു നാളിൽ പിറവിയെടുത്തൊരു പൂമുല്ല പുഞ്ചിരി തോന്നും വദനവുമായി രക്ഷിതാക്കളെ, സഹപാഠികളെ, അസ്സലാമു അലൈക്കും. നാം എല്ലാവരും യഥാർത്ഥ മുസ്ലിമാകണം. ആരാണ് യഥാർത്ഥ മുസ്ലിം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരുത്തനെ ശല്യം ചെയ്യാത്ത അവൻ. ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലൈഹി യാ അല്ലാഹ് മുത്ത് റസൂലി ജന്മദിനം സത്യ ഹബീബി വൻസുദിനം പാടക പാടക മുക്തികളെ മുത്ത് റസൂലി നദുകളെ. അസ്സലാമു ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തുന്നൂറുള്ളാഹ് ആദിലമേറ്റം പ്രിയമുള്ളാഹ് ആദരായ ഹബീബുള്ളാഹ് ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തുന്നൂറുള്ളാഹ് ആദിലമേറ്റം പ്രിയമുള്ളാഹ് ആദരായ കാലം കാത്തിടക്കും ഞാൻ കനവില്ലൊന്നത് കാണാനായി കണ്ണാൽ കാവലിരിക്കും ഞാൻ ആദരവായ റസൂലുള്ളാഹ് ആലം വാഴ്ത്തുന്നൂറുള്ളാഹ് ആദിലിനേറ്റം പ്രിയമുള്ള ആദര ഹബീബുള്ളാഹ് പാദം ചേർന്ന് നടന്നെന്റെ പാദം തൊയ്യാണെന്നിടുമോ പാടും മതിയത് കേട്ടെന്റെ പാദം അന്ന് പുറത്തിടുമോ അസ്ലി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഹൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഈ ലോകം മൊത്തം മുത്തുനബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞു നിൽക്കുന്ന ഈ സന്തോഷവേളയിൽ ഞാൻ ചിലത് പങ്കുവെക്കട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഞാനെന്ന് ചോദിക്കട്ടെ, ഈ ലോകം മൊത്തം ഒരു വ്യക്തിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ലാതെ തന്നെയായിരിക്കും അതിന്റെ മറുപടി.
മുത്തനബിയുടെ കീർത്തനങ്ങൾ പാടി പറഞ്ഞു നിൽക്കുക. ചിലത് ഞാൻ പറഞ്ഞു നിൽക്കാം. വെളിച്ചം നൽകി ഉരുകി തീർന്ന മെഴുകുതിരി പോലെയാണ്. അസ്സലാമു കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നോട് ചെല്ലണം. നടന്ന് നടന്ന് മുത്തിന്റെ ചാരത്ത് ഒന്നോടെ പോകണം. കരഞ്ഞ് കരഞ്ഞ് മനസ്സിൽ കൊതിച്ച കഥകൾ പറയണം. കരള് പറിച്ചു കൊടുത്ത് ഹബീബിനെ ഇഷ്ക് വാങ്ങണം. കരള് പറിച്ചു കൊടുത്ത് ഹബീബിനെ ഇഷ്ക് വാങ്ങണം. കണ്ടോരൊക്കെ പറഞ്ഞു മദീനത്ത് ഒന്നോട് ചെല്ലണം. നടന്ന് നടന്ന് മുത്തിന്റെ ചാരത്ത് ഒന്നോടെ പോകണം. കരഞ്ഞ് മനസ്സിൽ കൊതിച്ച കഥകൾ പറയണം. കരള് പറിച്ചു കൊടുത്ത് ഹബീബിനെ ഇഷ്ക് വാങ്ങണം. കരള് പറിച്ചു കൊടുത്ത് ഹബീബിനെ ഇഷ്ക് വാങ്ങണം. അസ്സലാമു അലൈക്കും. നല്ലൊരു ദീനുണ്ട്, ദീനി നേതാവൊന്നുണ്ട്. നേതാവിൻ്റെ ഒരു പേരുണ്ട്, മുഹമ്മദിയ നബിയുള്ളാഹ്, മുഹമ്മദിയ നബിയുള്ളാഹ്. നേരിൽ തീർത്തൊരു വഴിയുണ്ട്, നിത്യദർശനമൊന്നുണ്ട്. അല്ലാഹ് കൊടുത്ത കലാമുണ്ട്, ഖുർആനുൽ അലീമുണ്ട്. ഫർആത്തിൽ തിരുനൂറുണ്ട്, മണ്ണിൽ നല്ലൊരു ദീനുണ്ട്. ദീനിന് നേതാവൊന്നുണ്ട്, നേതാവിനൊരു പേരുണ്ട്, മുഹമ്മദിയ നബിയുള്ളാഹ്, മുഹമ്മദിയ നബിയുള്ളാഹ്. അസ്സലാമു അലൈക്കും. അരശനിലും കാണാത്ത പ്രഭിയൊരിനൂറ് എന്റെ കൽബകമിൽ വാഴുന്ന മുത്തുറസൂലേ. അരശനിലും കാണാത്ത പ്രഭിയൊരിനൂറ് എന്റെ കൽബകമിൽ വാഴുന്ന മുത്തുറസൂലേ. ബദറിപ്പോൾ പൂമുത്ത് ബഹ്റലയാ സീനത്ത് മഹിതരകി ചാരത്ത്
സ്വലാത്തിൽ ആരംഭം നുകരണ തന്ന ബദറടി പോൽ പൂമൊത്ത് വഹ്റയ സീരത്ത് മഹിത നബി ചാരത്തൊന്നണിയുവതന്ന നിത്യ സ്വലാത്തിൽ ആനന്ദം നുകരണ തന്ന വായിക്കുന്ന സകല ജമാൽ കുന്ന അലശനിലും കാണാത്ത ലഭിയൊരിനൂറ് എന്റെ കൽബകമിൽ വായുന്ന മുത്തു റസൂല് അമ്പിയ ബമ്പർ തോഹ നബി അമ്പരമേയുകണന്ന നബി അമ്പിയ പുല്ലും കാത്തിടവേ ആകൃതമായി കുതിസിന്നഹവേ വന്നവർ മുസ്ലിം സോഫതിലെ മുന്നിൽ മമായി വന്നഴകെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് അൽ-സബ വായിത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത ലഭിയൊരിനൂറ് എന്റെ കൽബകമിൽ വായുന്ന മുത്തു റസൂലേ. അസ്സലാമു അലൈക്കും. രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. പ്രവാചകന്റെ ജന്മദിനങ്ങൾക്ക് അനുഗ്രഹീതമായ ദിവസത്തിൽ ലോകമെമ്പാടും കീർത്തനങ്ങൾ പാടി പറഞ്ഞു സന്തോഷിക്കുമ്പോൾ നബിയെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ ഞാനും പങ്കുവെക്കാം. ഈ ലോകത്തെ സൃഷ്ടിക്കാൻ കാരണക്കാരനാണ് മരണസമയത്ത് നമ്മെ പറഞ്ഞു വെച്ച നബിയെയാണ് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. തങ്ങളെ സ്നേഹിച്ചുപോയി അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്തവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ. മറ്റാരെക്കാളും പ്രവാചകനെ സ്നേഹിക്കുന്നതുവരെ ഒരാളും പൂർണ്ണ മുസ്ലിമാവുകയില്ലെന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകരുടെ വാക്കും പ്രവൃത്തിയും അറിച്ചും പഠിച്ചും അവിടുത്തെ ശരി പിൻപറ്റലാണ് പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ അടയാളം. എന്നാൽ ഇന്ന് നബിചര്യങ്ങളെ പുറംകാൽ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് മറ്റു മനുഷ്യരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഭൂമിയെ പോലെ ജീവിക്കുന്ന സമൂഹത്തെയാണ് ഇന്ന് നാം കാണുന്നത്. യഥാർത്ഥ ജീവിത ലക്ഷ്യം മറന്ന് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം. മരണത്തിന് ശേഷം നരകത്തിലോ സ്വർഗത്തിലോ ഉള്ള ജീവിതമുണ്ടെന്ന് നാം മറന്നു പോകരുത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും അവിടുത്തെ ശരീരത്തിൽ പറ്റി ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് മാണിക്യമായി വായും പൂവേ മാനാമിൽ കാണാനായി മോഹത്താലെ ഞാനും മാണിയിലേ അഴകെ അഴകരെ അരുമത്തൂകളെ നബിയെ കൽബിൻ കമറല്ലേ അജബേ അജബേ നബിയെ നബിയെ പറഞ്ഞില്ലേ ഓ അതിശയനേ കൽബിൻ ബഹറല മുഴുവൻ മധുനൊടി നൂറിന് മധുകളോടി
തട്ടിയ കൽബതിലെത്തിയ മുത്തളി മുത്തിയ തടിയുണ്ട്. അതിനൊട്ടും രോഗികളില്ലായിട്ടും നിത്യം ഭാവനമൊത്തും തട്ടും എത്തും കൊതിയുണ്ട്. അല്ലാഹുവിന്റെ നിത്യമെത്താനെത്തും നിജമുണ്ട്. മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്യത്തിൻ കല്ലും കണ്ണിൽ വന്നത് മിന്നും പൊന്നും പകഴും പൊന്നമ്പിളിയും പാടും വന്നത് ഞാൻ അതിരില്ല അനുഗ്രഹം പാടാം. അയൽക്കാരി കത്തിച്ചേരാം. ഞാൻ കഴിവില്ല പൊന്നിൽ ഞാൻ വീരാം. അജവേ അരിവേറും ചെയ്തി കനിവേ കതിരേ താനാന സന്നിധി തോഹാനിധി മദീനാനിധി ഉദായാനിധി വലിയ മുത്തുപോൽച്ചിരി താജാനിധി മദീനാമതി ഉദായാനി മരുവിന് പൊന്നി. അസ്സലാമു അലൈക്കും. അത് കഴിഞ്ഞാൽ മിഷൽ, സയാൻ വി കെ, നിഷാൽ, മുഹമ്മദ് ബിഷർ. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സ്നേഹമുള്ള കൂട്ടുകാരെ, 12 ഘടാഹത്തിലെ സകല ചരാചരങ്ങളും സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നെറുകിൽ എത്തി നിൽക്കുന്ന സുദിനം. ഇത്തരം ഒരു പൊൻപുലരിയിലായിരുന്നല്ലോ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതനായത്. അക്രമങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാണിരുന്ന കാലം. പിറന്നു വീണ കുഞ്ഞു പെൺകുഞ്ഞായാൽ മാതാപിതാക്കളുടെ മുഖഭാവം മാറുകയായി. സന്തോഷത്തിന്റെ പൂമാലകൾ കളിയാടേണ്ട മുഖങ്ങൾ ദുഃഖസാന്ദ്രമാവുകയായി. കുഞ്ഞുമോളുടെ ആ പൊൻശരീരം ജീവനോടെ കുഴിച്ചു മൂടുകയായി. ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിക്കപ്പെട്ട കാലം. ഇവിടെയാണ് നന്മയുടെയും സ്നേഹത്തിന്റെയും ലാളിത്യത്തിന്റെയും ദൂതുമായി വിശ്വവിഭാഗം ചെയ്തത്. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നവിടുന്ന് പഠിപ്പിച്ചു. കറുത്തവരെയും വെളുത്തവരെയും ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിപ്പിച്ചു. സ്വന്തം മക്കളെ യതീമക്കളുടെ മുന്നിൽ വെച്ച് താലോലിക്കരുത് എന്ന് അവിടുന്ന് അരുളി ചെയ്തു. സ്ത്രീകളെ സമൂഹത്തിന്റെ ശാപമായി കണ്ടിരുന്ന കാലത്ത് നമ്മളിൽ വിലമതിക്കാനാവാത്ത സ്വത്ത് സ്വാലിഹത്തായ പെണ്ണാണെന്ന് പ്രഖ്യാപിച്ചു. ഇത്തരം ഒരു നേതാവിന്റെ അനുയായികളായതിൽ നാം അഭിമാനം കൊള്ളണം. അവിടുത്തെ ജീവിതം മാതൃകയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചുകൊണ്ട് അവിടുത്തെ ചര്യകൾ പിൻപറ്റിക്കൊണ്ട് ജീവിച്ചു മരിക്കാനും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വെച്ച് നമ്മുടെ കരളിന്റെ കരളായ പ്രേമത്തിന്റെ സ്നേഹത്തിന്റെ തുടിപ്പായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിൽ നിന്നും കൗലുൽ കൗസർ വാങ്ങി കുടിക്കാൻ അത് കഴിഞ്ഞാൽ ഹൃദയത്തിൽ
മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവായി ആമിന ബീവിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ലോകത്തിലായെന്നും റഹ്മത്തിനായി മക്കത്തെ മണ്ണിൽ പൂ തിങ്കൾ നിലാവായി ആമിന ബീവിക്കും അബ്ദുള്ള ഉപ്പാക്കും ആനന്ദമായെന്ന് തങ്ങൾ പിറന്നു ഇനിയല്ല ഇതുപോലെ ജന്മം ഈ മണ്ണിൽ ഇഷ്കങ്ങൾ തീർത്തിടുമോ ഒരു നാൾ അണയാൻ എഴുതിയ വരികൾ മഹബൂബരെ മദിഹിൻ മൊഴികൾ അലറുത്താൽ പാടിയതാണ് ഇഷ്കിൻ തീരത്തിൽ അണയൻ നബിയുടെ ചാരത്തിൽ നബിയോരി നടന്ന മദീനത്തിൽ ദുനിയാവിലായെന്റെ ദിനമെത്ര നീങ്ങി ദിശ തെറ്റിയാനെന്ന് ദൂരങ്ങ് താണ്ടി പാപത്തിലായെന്റെ പാദങ്ങൾ മുങ്ങി നേരൊന്നും കാണാതെ നയനങ്ങൾ മങ്ങി മെഹബൂബര് മദിൻ മൊഴികൾ അതരത്താൽ പാടി ഞാനായിഷ്കിൻ തീരത്ത് അണയണം നബിയുടെ ചാരത്ത് നടന്ന മദീനത്ത് ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബര് മദിൻ മൊഴികൾ അതരത്താൽ പാടി ഞാനായിഷ്കിൻ തീരത്ത് നിത്യം ഞാൻ തേടും ആ മണ്ണിൽ ഒരു തുറപ്പിച്ച പൂക്കരള് പാടി ബിലാലെന്ന പൂക്കുയിൽ കണ്ട് പാവനളി കാടിലകും കൂട്ടത്തിൽ പുണ്യ കലിമത്തുറപ്പിച്ച പൂക്കരള് നേരിട്ടൊലി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ ലഭിപ്പിച്ചു മതം മാറി വരാൻ ഒരു ലക്ഷം ചലിച്ചില്ല ഈമാൻ പണമുള്ള കാര്യങ്ങളിൽ തിരുനെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈമാൻ എത്തിക്കാണമുള്ള കാര്യങ്ങളിൽ തിരുനെഞ്ചിൽ പാടി ബിലാലെന്ന പൂങ്കുയിൽ പണ്ട് പാവനദിയിൽ തേനിശ്ശേരി കാടിലൂട്ടത്തിൽ പുണ്യകലിമത്തുറപ്പിച്ച പൂക്കരള് കിടത്തിയും പൊള്ളുന്ന മരുമണ്ണ് എത്തിക്കാണമുള്ള കാര്യങ്ങളിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈമാൻ ഏറ്റം നരകിപ്പിച്ചു വരാൻ പാടി ബിലാലെന്ന പൂങ്കുയിൽ പണ്ട് പാവനദിയിൽ തേനിശ്ശേരിയിൽ പുണ്യകലിമത്തുറപ്പിച്ച പൂക്കരള്. നാട്ടിലൊരോ പൂവായ കണ്ണിമ ചിമ്മ
വേദനിക്കുന്നു നബിയേ ഇന്നോളം ചെയ്ത പാപങ്ങൾ ഇവരിൽ ആദിയേറ്റുന്നു നബിയേ ആദിയേറ്റുന്നു നബിയേ വഴികളിലൊഴുകിയതാകമായി തിരുനബി നീരിൻ മാതിഹായി മുന്തിയിൽ ആഴമായി സന്നിധി പൂക്കാൻ മോഹമായി മാനുഷിക സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിക്കാൻ അതിയായി ആഗ്രഹിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് സമ്മതം നൽകി. സന്തുഷ്ടനായ നബിയും സ്വഹാബികളും ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. വീട്ടിലുണ്ടായിരുന്ന ഒരു ആടിനെ അറുത്ത് സൽക്കാരം ഗംഗേമമാക്കി. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് എല്ലുകൾ പൊട്ടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോടെല്ലാവരോടും നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാവരും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചു. എല്ലുകൾ കൂട്ടിയിട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മുകളിൽ തന്റെ അനുഗ്രഹീതമായ കൈവച്ചുകൊണ്ട് എന്തോ മന്ത്രങ്ങൾ ഉരുവിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, അറുത്ത് പാചകം വെച്ച ആടത എഴുന്നേറ്റ് നിന്ന് ഇരു ചെവികളും കുലുക്കി മുന്നോട്ട് നടക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു അമാനുഷിക സംഭവമാണിത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. കാരുണ്യകാനിമാരം റസൂലുള്ളാഹേ തിരുവാരം ഹബീബുള്ളാഹേ കാരുണ്യകാനിമാരം റസൂലുള്ളാഹേ തിരുവാരം ഹബീബുള്ളാഹേ സുഹൃതത്തിൻ മധുവഴിയേ സുവർഗത്തിൻ മധുവഴിയേ സുഹൃതത്തിൻ മധുവഴിയേ സുഹൃതത്തിൻ തിരുവരിയേ കാരുണ്യകാനിമാരം റസൂലുള്ളാഹേ കാരുണ്യ തിരുവാരം ഹബീബുള്ളാഹേ സബലോകത്തിൻ സബവേ മുത്ത് സന്മാർഗത്തിൻ വിത്ത് സബലോകത്തിൻ സബവേ മുത്ത് സന്മാർഗത്തിൻ വിത്ത് കാരുണ്യകാനിമാരം റസൂലുള്ളാഹേ കാരുണ്യ തിരുവാരം ഹബീബുള്ളാഹേ കണ്ട് കാമിനായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് കൽബ് കൊണ്ട് ഞാൻ കണ്ട് കാമിലായ പൂച്ചണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് മന്ദമാരുതനൊഴുകിയ തീരം മന്ദമാരുതനൊഴുകിയ തീരം പുണ്യതൈവ പൊന്താരം പുണ്യതൈവ പൊന്താരം കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂച്ചണ്ട് എത്ര കേട്ട് തൗഹീദ് തന്ന ഗുരുവേ 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 ഹസനാത്ത് കാത്ത പ്രഭുവേ 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 തൗഹീദ് തന്ന ഗുരുവേ 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 ഹസനാത്ത് കാത്ത പ്രഭുവേ 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 ഇജാബത്ത് രാഹത്ത് സീനത്ത് പൂമത്ത് ഇജാബത്ത് രാഹത്ത് സീനത്ത് പൂമത്ത് മധുരിത മധുരിത പൂന്താരം ചന്ദ്രനിലാവൊളി കാണുന്നേ ചന്ദ്ര ശോഭത്തടിയുന്നേ ചെമ്പല പൂമണം തൂകുന്നേ ചെമ്പല തോണമണയുന്നേ മദീനത്തെ മണ്ണിലലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം മലർവഴി പൂക്കൾക്കാരംഭം മധു ചിന്നും മധുരിത പൂന്താരം എസിരിതു മണ്ണിലെ കണയുവൻ നബിക്കൊപ്പം അബൂബക്കർ സിദ്ദീഖ് കൂടുന്നേ അഹദവൻ നബിക്കൊപ്പം
മരുഭൂമി അവർ തടിപ്പോകുന്നേ വലസോകുറയിൽ വന്നിരിക്കുന്നേ ചിലന്തികൾ വല കൊണ്ട് മൂടുന്നേ മഹദവനെ ബിയരെ തുണക്കുന്നേ മദീനത്തെ മണ്ണിലലങ്കാരം മദീനത്തെ മണ്ണിലലങ്കാരം മരുഭൂമി കുളിർപ്പിക്കും ആനന്ദം മലർവണി പൂക്കൾക്കാരംഭം മധുചിന്തം മധുരിത പൂന്താരം. അസ്സലാമു അലൈക്കും. കാലത്താ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ഞാൻ ആറ്റലിൻ സ്വഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ ഞാൻ മർഹബാ യാ നൂറ ഐനി മർഹബാ അല്ലാഹ് മർഹബാ മർഹബാ യാ നൂറ ഐനി മർഹബാ യാ നൂറ ഐനി. അസ്സലാമു അലൈക്കും. മുന്നിലും മഞ്ഞാണേ പഞ്ചാര പുഞ്ചിൽ തോണ കണ്ണിലും മണ്ണാണേ ചോരദിക്കുന്നേ ദിക്കിലും ദിക്കാണേ തരക മരയുള്ളി താഴത്തരാൻ തിരുനബിയതില്ല തിരുമുകളോ വന്നില്ല തിരുനബിയതില്ല തിരുമുകളോ വന്നില്ല സുബദ സുരബിലൊളി തുണ്ട സുവനിധി താഴെ സമ്പൂർണ്ണ സായോജനെ സുബദ സുരബിലൊളി തുണ്ട സുവനിധി താഴെ സമ്പൂർണ്ണ സായോജനെ തേടി ചിന്തുന്നേ മുന്നിലും മുഞ്ചാണേ പഞ്ചാര പുഞ്ചി തോന്ന കണ്ണിലും കണ്ണാണേ നൂറുദിക്കുന്നേ ദിക്കും ദിക്കാണേ ബദറില്ല ബദറിന്റെ വദനത്തിൽ തെളിഞ്ഞിടും താരങ്ങളായിരം ബദറില്ല ബദറിന്റെ വദനത്തിൽ തെളിഞ്ഞിടും താരങ്ങളായിരം ഉത്തമലെത്തും മുത്തു മുഹമ്മദരാം നൂറിനെ മുത്തിമണക്ക് ജലം പറയാനാ വിധിയല്ല കാണിനീരാനിരു കയ്യുന്നേത്തും അതെല്ലാം മധുരങ്ങൾ പാടിടുന്നു വിധിയല്ല കാണിനീരാനിരു കയ്യുന്നേത്തും അതെല്ലാം മധുരങ്ങൾ പാടിടുന്നു ചേലെ ചിന്തുന്നേ മഞ്ചാണേ കണ്ണിലും കണ്ണാണേ ദിക്കുന്നേ ദിക്കിലും ദിക്കാണേ തരക മരലോളി താമരച്ചടാ. മമ്പൂറപ്പൂ മകാനിലെ മൗലത്ത് വീലയാസിലെ ഇമ്പപ്പൂവായ മുത്തുപോലി സയ്യിദലവി റളിയല്ലാഹ് മമ്പൂറപ്പൂ മകാനിലെ മൗലത്ത് വീലയാസിലെ ഇമ്പപ്പൂവായ മുത്തുപോലി സയ്യിദലവി റളിയല്ലാഹ് അമ്പൻ തൗഫീഖിൽ മൂത്തവർ ഹദർ മൗതുദീത്തവർ ഇമലബാരണഞ്ഞവർ ഇസ്ലാമിൻ തേജസാണവർ കശ്ഫ് കറാമത്തേറ്റി ഹൈറായി ദീനെ പോറ്റി കൃഷ്ണൂരിൻ ശക്തി പാറ്റിയെ മജ്ദൂർ അൻഹു റളിയല്ലാഹ് മമ്പൂറപ്പൂ മകാമിലെ മൗലത്തെ വീലവാസിലെ എമ്പപ്പൂവായ കുത്തുപോലി സയ്യിദലവി
Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah, assalatu wassalamu ala asyrafir rasulillah wa ala alihi wa sahbihi ajma'in. Amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവും നിറഞ്ഞ ഈ സുദിനത്തിൽ നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ എനിക്ക് വിധി എഴുതിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഈ പുണ്യമാക്കപ്പെട്ട ദിനത്തിൽ എത്ര തന്നെ പറഞ്ഞാലും മതി വരാത്ത മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധുകളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. സൂര്യനും ചന്ദ്രനും അടക്കം കോടാനുകോടി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വെട്ടിത്തിളങ്ങുന്ന ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് കാരണമായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുത്ത് റസൂലിനെ സ്നേഹിക്കാതെയും പാതകൾ പിൻപറ്റാതെയും നാമൊക്കെ എങ്ങനെയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത്? കാരണം എന്നെയും എന്റെ മുൻപിരിക്കുന്ന നിങ്ങളെയും ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിക്കുക കാരണം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത് ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാഖ്. നബിയെ, അങ്ങ് ഇല്ലായിരുന്നു എങ്കിൽ നാം ഈ ലോകം പോലും സൃഷ്ടിക്കില്ലായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, അവസാനമായി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് പോലും ഉമ്മത്തി ഉമ്മത്തി എന്ന് മന്ത്രിച്ചു പറഞ്ഞ ആ മുത്ത് റസൂലിനെ അതിരറ്റ് സ്നേഹിക്കൽ നാം ഓരോരുത്തരുടെയും ബാധ്യതയാണ്. മാഷറവൻ സഭയിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുമ്പിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന മനുഷ്യർ ആദം നബി മുതൽ സർവ്വനബിമാരും സന്നിധിയിൽ വന്ന് രക്ഷ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് രക്ഷകനായി എത്തുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണെന്ന് സത്യം നമ്മെ കൂടുതൽ ആവേശഭരിതരാക്കിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അറേബ്യയുടെ മണൽ പരപ്പിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന് മുമ്പിൽ ഖുറൈശികളുടെ ഭീഷണി മധ്യേ അല്ലാഹുവിനെ സർവ്വം സമർപ്പിച്ച് തിരുനബിയോളം സ്നേഹിക്കാൻ ആരാണ് ഈ ലോകത്തുള്ളത്? തിരുനബിയോട് സ്വഹാബികൾക്കുണ്ടായിരുന്ന സ്നേഹത്തിന് അതേയില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞാലും രണ്ടാമതൊന്നും ആലോചിക്കാതെ ചെയ്യുന്നതായിരുന്നു അവരുടെ ശൈലി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അവരുടെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കപ്പെട്ടാലും അവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് തിരുനബിയോട് അൻസാറുകളുടെ നേതാവായിരുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ തന്നെ തങ്കലിപ്പുകളാൽ ഉല്ലേഖനം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, തിരുദൂതനെ, ആർന്നുലക്കുന്ന കടലിലോട്ടാണോ ഞങ്ങളോട് നിങ്ങൾ ചാടാൻ കൽപ്പിക്കുന്നത് എങ്കിൽ അത് അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നായിരുന്നു. അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം തന്നെ ധന്യമാക്കിയവരായിരുന്നു സ്വഹാബികൾ. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായി ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് സ്വഹാബികൾക്കുണ്ടായിരുന്ന ദുഃഖം അത് ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വേദനാജനകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വികാരാതീതനായി വാളെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കാൻ കഴിയാതെ താഴെ ഇരുന്നു പോയി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കഴിയാത്ത കണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ചിലർ അത് കുത്തിപ്പൊട്ടിച്ചു. അത്രമേൽ തിരുനബിയോടുള്ള സ്നേഹം കൊണ്ട് ജീവിതം തന്നെ ധന്യമാക്കിയവരായിരുന്നു പ്രിയമുള്ളവരെ സ്വഹാബികൾ. പ്രവാചക സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരേ അരികിൽ
ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധി മലരേ സിദ്ദിഖിൻ സാരഥിയേ സ്വതരുന്നതേ സ്വാദിഖുൽ മസ്തൂയൻ പാഠശാലയിലെ ഗുരുവേ സാധന സന്നിധിയേ സൽഗുണമാനിധിയേ സ്വകല സൃഷ്ടി ചേരാചരങ്ങൾക്കും ഈടുമേ അതിശയരാജാവേ ആദരണീയവേ ആശ്രയദാതാവേ തോഹവേ സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരേ അരികിൽ ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധിമലരേ ഈന്തപ്പനമേൽ ഇശലിൻ പൂന്തന്നൽ ഇശലിൻ ഇഷ്ടം പറഞ്ഞോന്റെ ഹൃദയാവണം ഉള്ളത് അഭയ ഉള്ളത് നബിയാരിൽ ഹുബ്ബത്തുൽ ഹുബ്ബായൻ അല്ലാഹ് സ്തുതി സർവം വാഴ്ത്തുന്ന സ്നേഹം പാടുന്ന സുൽത്താനാകുന്ന നബിയോരേ അരികിൽ ചേരുന്ന അഭയം തേടുന്ന അകമിൽ ചായുന്ന നിധി മലരേ. അസ്സലാമു അലൈക്കും. നൂറായി പതിമക തുതിക്കുന്നു നബി തുതിർ പിറക്കുന്നു അജബിന്റെ ഒളിവായി പരിഹാരമെടുക്കുന്നു പരിഹാരമടക്കുന്നു ആമിന ബീബി കൊതിച്ചു രസിച്ചുരയോ ചുമരിച്ചു കൊതിച്ചു മനമനസ്സുറന്ന് കൽബിൻ പെരുത്ത മുഹബത്തോടെ ഒരു തന്നെ വാഴ്ത്തിയുടെയോ യാ റഹ്മാനേ അഹദിന്റെ നൂറായി പതിമക തുതിക്കുന്നു നബി രുതിർ പിറക്കുന്നു അജബിന്റെ ഒളിവായി പരിഹാരമെടുക്കുന്നു പരിഹാരമടുക്കുന്നു ആമിന ബീബി ചിരിച്ചു മതിച്ചുറയോ സുതിച്ചു മതിച്ചു കൊതിച്ചു മനമുള്ള സുറുറകുന്നേ കൽബിൻ പെരുത്ത മുഹബത്തോടെ ഒരു തന്നെ വാഴ്ത്തി അൽഹംദുലില്ലാഹ് യാ റഹ്മാനേ മലക്കുകളിറങ്ങുന്നു നബിയിൽ സമയം മണിമുത്തിൻ പിറവി ആചപുകൾ പലതും മലക്കുകളിറങ്ങുന്നു നബിയിൽ സമയം മണിമുത്തിൻ പിറവി ആചപുകൾ പലതും സാവതടാകം വറ്റി വരണ്ടു ലാത്തയും ഇസയും പൊട്ടിയുടഞ്ഞു നെറ്റി കുഫർ പൊട്ടി ചെന്നാത്തൊളി കാരണമാകേക്ക് അഹദിന്റെ നൂറായി പതിമക തുതിക്കുന്നു നബി തുതിർ പിറക്കുന്നു അജബിന്റെ ഒളിവായി പരിഹാരമെടുക്കുന്നു പരിഹാരമടുക്കുന്നു ആമിന ബീബി തിരിച്ചു മതിച്ചുറൈ സുതിച്ചു മതിച്ചു കൊതിച്ചു മനമുള്ള സൂറുറങ്ങുന്നേ കൽബിൻ പെരുത്ത മോഹത്തോടെ ഒരു തന്നെ വാഴ്ത്തി അൽഹംദുലില്ലാഹ് യാ റഹ്മാനേ. അസ്സലാമു അലൈക്കും. യാത്രയിൽ സമസ്ത നൽകിയ സംഭാവനകൾ സമസ്ത മദ്രസ വിദ്യാഭ്യാസ ഇന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഖുർആൻ സുന്നത്തും വിശ്വാസവും നമ്മുടെ സമസ്തയുടെ ഒരു അനുഗ്രഹമാണ്. 2 ഉലമ വികസന സംസ്ഥയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ദർസുകളും ആയിരക്കണക്കിന് ഉലമാക്കൾ നമ്മുടെ സമൂഹത്തിന് നൽകി. ഇവർ ജനങ്ങളുടെ മതജീവിതത്തിനും ആത്മീയ വളർച്ചയ്ക്കും മാർഗദീപമായി നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സമസ്തയുടെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികളെ മദ്രസ ശീലങ്ങൾ പഠിച്ചു വളർത്തി വരുന്നതും ഖുർആൻ സുന്നത്ത് പ്രകാരം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക.
ഗാനം സുഹാൻ ഷാ, ശേഷം ഇശൽ. വിളിക്കുന്നുണ്ടേ ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തൊളി മുത്തിമതിന്റെ പ്രഭ കൊണ്ട് ജ്വലിക്കുന്നുണ്ടേ മർഹബ വിളിക്കുന്നുണ്ടേ അകം കൊത്തി വലിക്കുന്ന പ്രണയത്തിൻ കൊടുത്തേ മുഖം കൊത്തി തെളിയുന്ന പ്രപഞ്ചത്തിൻ അധർമ്മങ്ങൾ തകരുന്ന പരിശുദ്ധ കൊടുത്തേ നിലാവോദിച്ചേ മുട്ടിൻ നിലാവോദിച്ചേ അജുവാമരങ്ങൾ സ്വലാത്ത് ചൊല്ലി കാത്തിരുന്നവരാവ് ഇത് നീ കണ്ട കലാമുഴുവൻ നിലവിളിച്ചോടി വരും രാവ് നിലവിളിച്ചോടി വരും രാവ് തോഹാനേബിയോരെ ഇരുജന്മ പിറവി താരം അത് മോദി തിളങ്ങിയിടുന്നു തങ്ങൾ തലമുല കടലിന തിര കൊടുത്തവരോ തടയുന്ന മുള്ളിൽ തന്നെ തടങ്ങിയിട്ടവർ തെളിയുന്ന പതിരിന് ചിരി മറിച്ചവരും തോരാമായ പോലെ ഉണരുന്നോരേ തീരാമയവില്ല ഉണരുന്നോരേ ദൂരെ ദൂരെ മാനത്തമ്പിളി ഉദിക്കുന്നുണ്ടേ താരങ്ങൾ പതിമക്കത്തോളി മുതിർമതിന്റെ പ്രഭ കൊണ്ട് വിളിക്കുന്നുണ്ടേ മരഹബ വിളിക്കുന്നുണ്ടേ. അസ്സലാമു അലൈക്കും. കണ്ട് താമിലായൊരു പൂജണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ളൊരു പാട്ട് കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായൊരു പൂജണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ളൊരു പാട്ട് മന്ദമാരുടനൊഴുകിയ തീരം മന്ദമാരുടനൊഴുകിയ തീരം പുണ്യദൈവ പൊൻതാരം പുണ്യദൈവ പൊൻതാരം കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായൊരു പൂജണ്ട് കാതുകൊണ്ട് എത്ര കേട്ട് മധുരമുള്ളൊരു മധുപാട്ട് മന്ദമാരുടനൊഴുകിയ തീരം പുണ്യദൈവ പൊൻതാരം മന്ദമാരുടനൊഴുകിയ തീരം പുണ്യദൈവ പൊൻതാരം ഗാനം നിർവഹണം, ശേഷം മഫാസ് പ്രസംഗം. കൊട്ടി ജന്നാത്തിലെ മുരളി കാരണമായി ജഹിലിന്റെ നൂറായി അതിമക്ക ശത്രുക്കളെ പോലെ സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിന്റെ പേരിൽ കല്ലേറേൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്യുന്നു. എന്നിട്ടും തന്റെ ശത്രുക്കൾ ദുരിതത്തിലാണെന്നറിഞ്ഞിട്ട് 5000 സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും നോവിക്കരുത് എന്ന് പഠിപ്പിച്ചു തന്നു. കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവിയാണ് ഒരാൾ കൊല്ലുന്നതെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരും എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശേഷം ഗാനം ഹാഷിം. അസ്സലാമു അലൈക്കും. മാസമുറയും സുദിനം അമ്പിളിമാനം പൂത്തല്ലോ. ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. പുത്തനെടുപ്പുമെടുത്തു കുരുന്നുകൾ ആനന്ദത്താലെ ദഫിൻ താളത്തിലൊത്ത
പിറന്നാളാണല്ലോ. ഹക്ക് പറഞ്ഞതിൽ മുത്തുറസൂലിനെ ഒത്തിയറില്ലൊരു കാലത്ത് സത്യമതത്തിൽ വിത്തുമുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. ഹക്ക് പറഞ്ഞതിൽ മുത്തുറസൂലിനെ ഒത്തിയറിഞ്ഞൊരു കാലത്ത് സത്യമതത്തിൽ വിത്തുമുളയ്ക്കാൻ ത്യാഗം ചെയ്തൊരു പൂമുത്ത്. നിർവഹിക്കായി മാതൃക ഇവര് നെഞ്ചിൽ സ്വർഗപ്പൂമലര് റബ്ബ് വാക്കിയ സ്നേഹനിലാവ് കുപ്പിലൊഴുകും തെളിനീര്. യാ നബി അല്ലാഹ്, യാ നബി അല്ലാഹ്, മുത്ത് യാ ശഫീ അല്ലാഹ്, യാ നബി അല്ലാഹ്, മുത്ത് യാ ശഫീ അല്ലാഹ്. മാസം റബീഉൽ സുദിനം അമ്പിളി മാനം പൂത്തല്ലോ. ഇന്ന് മഹബൂബ് മുത്ത് റസൂൽ പിറന്നാളാണല്ലോ. മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാനവതേക്കിയ മാനിതര്. മഹിളകൾക്കെന്നും മോചനം നൽകി മാതൃക കാട്ടിയ നേതാവ്, മാനവർക്കെല്ലാം തുല്യനീതിയിൽ മാനവതേക്കിയ മാനിതര്. ധർമ്മശീലർ കർമ്മധീരർ ധർമ്മപാലകരായവര്, ലളിത ജീവിതം പുൽകിലോകം സ്വീകരിച്ചൊരു മാനിതര്. യാ നബി യാ റസൂൽ യാ ഹബീബ് അല്ലാഹ്, യാ നബി യാ റസൂൽ യാ ഹബീബ് അല്ലാഹ്, യാ നബി അല്ലാഹ്, മുത്ത് യാ ശഫീ. പരിപാടിക്ക് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. എല്ലാവരും ശ്രദ്ധിക്കും. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ ഞാനൊരു കൊച്ചു പ്രസംഗം പറയാനാണ് വന്നിട്ടുള്ളത്. ചേതന വസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും ആകെ പരന്നു. സ്വഹാബികൾ കരയുന്ന കുഞ്ഞിനെ അന്വേഷിച്ച് പള്ളിയിൽ ആകെ തിരിഞ്ഞു. പക്ഷെ അവർക്കൊന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണെന്ന് മനസ്സിലായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് കുത്തുബ ഓതുമ്പോൾ ചാരിയിരുന്ന ഈത്തവനെ തടിത്തു കൊണായിരുന്നെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരം പറഞ്ഞ് നേരിട്ട് വന്ന് അതിനെ ആശ്വസിപ്പിച്ചു. അതിനെ തലോടി. വാത്സല്യത്തിലൂടെ പിതാവ് കരയുന്ന കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ചേതന വസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും പ്രേമമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇത്രയും പറഞ്ഞോടെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും. മുത്ത് റസൂലേ അർസമാ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്ത് റസൂലേ. ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയാം സീനത്ത് മഹിത നബി ചാരത്തൊന്നണയുവതെന്ന നിത്യസ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരുന്നതെന്ന. ബദറൊളി പോൽ പൂമുത്ത് ബഹ്റലയാം സീനത്ത് മഹിത നബി ചാരത്തൊന്നണയുവതെന്ന നിത്യസ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരുവതെന്ന. അർസമാ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എൻ്റെ കൽബകമിൽ വായുന്ന മുത്ത് റസൂലേ. അമ്പിയ മുമ്പർ തോഹ നബി, അമ്പിയമേഴും കടന്ന ഹബീബ്. അമ്പിയ മുമ്പർ തോഹ നബി, അമ്പിയമേഴും കടന്ന ഹബീബ്. അമ്പിയ കൊല്ലും കാത്തിടവേ അഗതമായി കുദ്സിന്നകമേ. മന്നവർ മുർസൽ സൊഫ്ഫതിലേ മന്നവർ മാമായി വന്നഴകേ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർസമാ വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളി നൂറ് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂലേ. അസ്സലാമു അലൈക്കും. ശേഷം ബുർദ ടീം
ഒരുങ്ങാം. പ്രസംഗം കഴിഞ്ഞ ഉടനെ ബുർദ ടീം സ്റ്റേജിലേക്ക് എത്തും. ബഹുമാനപ്പെട്ട ഉസ്താദ്മാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. സഹാബികൾക്ക് മുത്തുനബിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അല്പം ചില കാര്യം പറയാം. പരീക്ഷണങ്ങൾ പലത് നേടേണ്ടി വന്ന ഓതില പല സംഭവങ്ങളും സഹാബികൾ വ്യക്തമാക്കുന്നുണ്ട്. പത്താതിരാണ് വിരിക്കുന്നു. ഉപതിൽ അപ്രതീക്ഷിത മുന്നേറ്റ ശത്രുക്കൾ നടത്തിയപ്പോൾ മുസ്ലിം നിരയിൽ നേരിയ പതർച്ച അനുഭവപ്പെട്ടു. തിരുനബി ഒറ്റപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു തങ്ങളെ കൂട്ടമായി ആക്രമിക്കാനുള്ള അവസരം ശത്രുസേന വിനിയോഗിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ പാഞ്ഞെടുക്കുന്ന അമ്പുകൾ ഓരോന്നും സമീപത്തുണ്ടായിരുന്ന സഹാബത്ത് ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി. ചീറി പാഞ്ഞു വരുന്ന ഒരു അമ്പ് ഞാൻ ശ്രദ്ധിച്ചു. അത് നബിയുടെ തിരുവചനത്തിനു നേരെയാണ് കുതിക്കുന്നത്. ഞാൻ എൻ്റെ ശരീരം കൊണ്ട് തടഞ്ഞു. എൻ്റെ കണ്ണിലെ കൃഷ്ണമണി തെറിച്ച് താഴെ വീണു. പറഞ്ഞു വീണ കൃഷ്ണമണിയുമായി ഞാൻ ഹബീബായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഓടി. ഞാൻ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അധിക നാളായില്ല ഞാൻ വിവാഹിതനായിട്ട്. കണ്ണില്ലാതെ കണ്ടാൽ അവൾക്ക് എന്നോട് വെറുപ്പ് തോന്നിയേക്കാം. അപ്പോൾ ആ കണ്ണ് കയ്യിലെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് പുനഃസ്ഥാപിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കണ്ണ് സുഖമായി, വേദന പോയി. പിന്നീട് അദ്ദേഹം പറയുകയുണ്ടായി, വാർദ്ധക്യമായപ്പോൾ പോലും ആ കണ്ണിന് മങ്ങിലെത്തിയിരുന്നില്ല. നബിയോടുള്ള സ്നേഹം അല്ലാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. അജബാറാണി വിങ്കും അരുളും ഏറി ചന്തം അടരാടി തമസിന്നൊരുവിന്നൂറ് ചിന്തും ശറഫാം തിരുകിറുപാം ഇവൾ പാകി വസന്തം തൂകി സുഗന്ധം പാകി വസന്തം തൂകി സുഗന്ധം അടുത്തത് നമ്മുടെ മുസാബക്ക മത്സരത്തിനു കൂടി വേണ്ടി തയ്യാർ ചെയ്തിട്ടുള്ള ബുർദയുടെ ഒരു റിഹേഴ്സലാണ് ഇവിടെ നടക്കുന്നത്. അത് കഴിഞ്ഞ് 1-2 പരിപാടി കഴിഞ്ഞാൽ നമ്മുടെ ദഫിൻ്റെ ബാക്കി ഭാഗങ്ങളുടെ അവതരണമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശേഷം നമുക്ക് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഒരുമിച്ച് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മാന്യ ശ്രോതാക്കളെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, പാവനമായ റബ്ബുൽ മാസം സുന്ദരമായി സുദിനത്തിൽ നിങ്ങളുമായി സംവദിക്കാൻ തൗഫീക്ക് നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. 1400 സംവത്സരങ്ങൾക്കപ്പുറം അധപതനത്തിന്റെ ആഘാത കർത്തത്തിലേക്ക് പതിച്ചിരുന്ന കാലഘട്ടത്തിലെ അക്രമത്തിന്റെയും അനീതിയുടെയും അനൈക്യത്തിന്റെയും കൊടുങ്കാറ്റുകൾ ലോകമെങ്ങും അടിച്ചു വീശിയപ്പോൾ സത്യമതത്തിന്റെ സുന്ദര സന്ദേശവുമായി പ്രവാചകൻ പ്രഭു അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറേബ്യൻ മണലാരണ്യത്തിൽ ആഗതനായി. ജനന സമയത്ത് തന്നെ പല മഹാത്ഭുതങ്ങളും ദൃശ്യമായത് അവിടുത്തെ സൃഷ്ടർക്കും അവിടം ചാർത്തുന്നു. എന്നാൽ ചരിത്രകാരന്മാർ വരെ ഡാർക്ക് ഏജ് എന്ന് സൂചിപ്പിച്ച 6-ാം നൂറ്റാണ്ടിലെ ക്രൂരരും അക്രമികളുമായ ഒരു ഉജ്ജ്വല വിഭാഗത്തെയാണ് അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരിടേണ്ടി വന്നത്. തന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞ് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ അവരുടെ മുഖം വിവർണമാവുകയും ആ ചോര പൈതലിനെ
ജീവനോടുകൂടി കുഴിച്ചു മൂടുകയും ചെയ്തിരുന്നു. ഇതിൽ നിന്ന് തന്നെ അവരുടെ ക്രൂരത എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അക്രമവും കൊള്ളയും കൊലയും കൊല്ലിവെപ്പും കൊണ്ടും കൊടുത്തും നിത്യസംഭവമാക്കിയ സമൂഹം മദ്യത്തിലും മദിരാശിയിലുമായിരുന്നു സായുജ്യം കണ്ടെത്തിയിരുന്നത്. മനുഷ്യത്വത്തിന്റെ ബാലപാഠം പോലും വായിക്കാത്ത സംസ്കാര ശൂന്യരായ ജനവിഭാഗത്തിലേക്കാണ് സന്മാർഗത്തിന്റെ സന്ദേശവുമായി പ്രവാചകൻ കടന്നു ചെന്നത്. അപ്പോൾ അവർ നബിയെ മർദ്ദിച്ച് അവശനാക്കുകയും വിമർശനത്തിന്റെ കൂരപ്പുകൾ നബിക്കെതിരെ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നുവെങ്കിലും ചിതറാത്ത ചിന്തത്തോടും പതറാത്ത പാദത്തോടും കൂടി അവിടുന്ന് പ്രബോധനം തുടരുകയും വെറും 23 വർഷം കൊണ്ട് ധർമ്മത്തിന്റെയും നീതിയുടെയും വെളിച്ചം കാണാതെ അണ്ടകരത്തിൽ ജനിച്ചു വളർന്ന ഭീകര ഹൃദയങ്ങളിലേക്ക് സന്മാർഗത്തിന്റെ പൊൻപ്രഭ പരത്തിക്കൊണ്ട് അവർ ലോക നേതാക്കളും ജേതാക്കളുമാക്കി മാറ്റിയെടുത്തു. ഇത് ലോക ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത പരിവർത്തനമാണ്. ഇതുകൊണ്ട് തന്നെ ലോകത്തിലെ ചരിത്രകാരന്മാരും എഴുത്തുകാരന്മാരും ചിന്തകന്മാരുമെല്ലാം അവരുടെ നാവിൻതുമ്പിലൂടെയും തൂലികത്തുമ്പിലൂടെയുമാണ് നബിയെ പ്രശംസിക്കുന്നത്. മാത്രമല്ല സ്വരാജ്യ സ്നേഹം ഈമാനിന്റെ ഭാഗമാണെന്ന് കൂടി പഠിപ്പിച്ച പ്രവാചക സന്ദേശം ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ വളരെയധികം പ്രസക്തിയുള്ളതാണ്. മനുഷ്യരോട് മാത്രമല്ല സഹജീവികളോടും കരുണ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് തിരുവചനം സൂചിപ്പിക്കുന്നത്. നിന്റെ അയൽവാസി അവിശ്വാസിയാണെങ്കിൽ പോലും നീ അവനെ ബഹുമാനിക്കുക എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവർ തന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഐക്യവും സ്നേഹവും നിലനിർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം കലിശത പുലർത്തിയിട്ടുണ്ട്. വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സലാം പറയുന്നതിന്റെ പ്രധാന കാരണം ഇതാണ്. ഇസ്ലാമിന്റെ തനതായ ആശയങ്ങളിൽ ഇത്തരം മതസ്ഥരോട് നല്ല നിലപാട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ച് പുലർത്തിയിട്ടുള്ളത്. നൂറിലും നൂറാണെന്തോ കതിരൊളി താജ നേരിലെ നായകനാണൻ തിങ്ക സിറാജ പാരിലെ പൂരിതു വജ്ഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ പാരിലെ പൂരിതു വജ്ഹല്ലേ പാലകൻ റബ്ബിൻ നജബല്ലേ പൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ പൂമുഖം കണ്ടിടുവാൻ ഈ മനം വെമ്പിടുമേ പൂമണം ചിന്തും റൗളയിൽ അണഞ്ഞിടുവാൻ മദ്ഹേ മദീന മദ്ഹേ മദീന നൂറിലും നൂറാണെന്തോ കതിരൊളി താജ നേരിലെ നായകനാണൻ തിങ്ക സിറാജ യത്തീമായി വളർന്നതല്ലേ തോഹായേറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ യത്തീമായി വളർന്നതല്ലേ തോഹായേറെ യാതനകൾ സഹിച്ചതല്ലേ സ്നേഹ എല്ലാം ഉപേക്ഷിച്ച് യസീരി വന്നവരമ്പിയമ്പരാം അതരമതൊളി തെളിവ